Hi friends, Discovery പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ക്യാമറയുടെ റിവ്യൂ ആണ്. ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ Canonന്റെ EOS M50 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിറർലെസ് ക്യാമറയെ കുറിച്ചുള്ള റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പുതിയതായിട്ട് റിലീസ് ചെയ്ത ഒരു ക്യാമറ എന്നല്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ഒരു ക്യാമറയാണ്. ഒരു പുതിയ ക്യാമറ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല, എങ്കിലും അത്യാവശ്യം നല്ല രീതിയിലൊരു ക്യാമറയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നേരെ വീഡിയോയിലേക്ക് പോകാം. 2018 റിലീസ് ചെയ്ത Canonന്റെ മിറർലെസ് സീരീസിൽ വരുന്നൊരു ക്യാമറയാണ് Canon M50 അല്ലെങ്കിൽ Canon EOS M50 എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷനിലെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 24.1 മെഗാ പിക്സലിൻ്റെ ഒരു APS-C CMOS സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഡുവൽ പിക്സൽ CMOS ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഈ ഒരു സെൻസറിനെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പ്രൊസസ്സറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിജിറ്റ് 8 പ്രൊസസ്സറാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ISO റേഞ്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 100 മുതൽ 25600 വരെയാണ് ISO റേഞ്ച് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ എക്സ്പാൻഡബിൾ നോക്കുകയാണെങ്കിൽ 51200 വരെ നമുക്ക് ISO എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ലോ ലൈറ്റ് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു മിറർലെസ് ക്യാമറയാണ്, ഒരു മിറർലെസ് ക്രോപ്പ് സെൻസർ ക്യാമറയാണ് നമ്മുടെ Canon EOS M50 എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. 3 ഇഞ്ചിൻ്റെ 1.04 ഡോട്ട് ഉള്ള ഒരു ഡിസ്പ്ലേ, ഒരു ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ക്യാമറയുടെ കൂടെ അവൈലബിൾ ആണ്. സോ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉൾക്കൊള്ളുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് ആണ്. അപ്പോൾ 180 ഡിഗ്രി വരെ നമുക്ക് തിരിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നതിന് പറ്റിയ നല്ല രീതിയിലൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് നമ്മുടെ Canonന്റെ EOS M50 എന്ന് പറയുന്നത്. ഡിസ്പ്ലേയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തു കണ്ട ഒരു കാര്യമാണ് വ്യൂ ഫൈൻഡറിനെ കുറിച്ച്. ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഒരു മിറർലെസ് ക്യാമറ ആയതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. 2.36 മില്യൺ ഡോട്ടുള്ള ഒരു ഇലക്ട്രോണിക് OLED വ്യൂ ഫൈൻഡറാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. 100% കവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യൂ ഫൈൻഡർ കൂടിയാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. സോ വളരെ മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ഒരു വ്യൂ ഫൈൻഡർ തന്നെയാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. ഇനി വീഡിയോ കേപ്പബിലിറ്റി കുറിച്ച് നോക്കുകയാണെങ്കിൽ 4K 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് അഥവാ 4K 25 ഫ്രെയിംസ് പെർ സെക്കൻഡിലും ഫുൾ HD 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലും നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സ്റ്റെബിലൈസേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കൊരു സ്റ്റെബിലൈസേഷൻ നമുക്ക് വേണ്ടി ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് OIS സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലെൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അഥവാ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ലെൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്റ്റെബിലൈസേഷൻ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ക്യാമറയിൽ കിട്ടുള്ളൂ. ഒരു സെൻസർ ഡീൽ ചെയ്തുകൊണ്ടൊരു സ്റ്റെബിലൈസേഷൻ ഈ ഒരു ക്യാമറയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലെൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ Canonന്റെ EFM മൗണ്ടിൽ വരുന്ന ലെൻസുകൾ, EFM ലെൻസുകളാണ് നമ്മൾ ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്യുന്നത്. ഇതൊരു മിറർലെസ് ക്യാമറയാണ്. സോ സാധാരണ EOS ഇടുന്നത് പോലത്തെ അല്ല, EFM ലെൻസുകളാണ് നമ്മൾ ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അഡാപ്റ്ററൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മറ്റ് മോഡലുകളിലുള്ള ലെൻസുകൾ ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ നോക്കുകയാണെങ്കിൽ 1.6 ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ Canon ക്യാമറകളുള്ള പോലെ തന്നെ 1.6 ആണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. Fujifilmന്റെ XT200 എന്ന് പറഞ്ഞ ക്യാമറയിൽ പറഞ്ഞത് എന്താണ് ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ സംഭവം. നമ്മുടെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ ഫുൾ ഫ്രെയിം ലെൻസിൽ ഇടുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ വന്നിട്ടുള്ളത് 1.6 ആണ്. സോ 1.6 ഇപ്പോൾ 50 ആണെന്നുണ്ടെങ്കിൽ 50 mm 1.6 അത്രയും ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കൽ ലെങ്ത് നമുക്ക് ഈ ഒരു ക്യാമറയിൽ ആ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇക്വാലൻ്റ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 1.6 ആണ് ഈ ഒരു ക്യാമറയുടെ ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ വന്നിട്ടുള്ളത്. JPEG-ലും RAWയിലും നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. 14-bit Canon ഒറിജിനൽ RAW നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഡിഫറൻ്റ് ആയിട്ട് പിക്ചർ സ്റ്റൈൽസും വൈറ്റ് ബാലൻസുകളും നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഒരു സിംഗിൾ കാർഡ് സ്ലോട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ബാക്കപ്പ് കാർഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൾട്ടി സ്ലോട്ടൊന്നും നമുക്ക് ഈ ഒരു ക്യാമറയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഫോക്കസ് പോയിന്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ മാക്സിമം വന്നിട്ടുള്ള ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് എന്ന് പറയുന്നത് 143 ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ടച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഈ ഒരു ക്യാമറയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആൽഫ ക്യാമറകളിൽ പറയുന്ന പോലെ തന്നെ ആൽഫയുടെ 6 സീരീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ച് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോക്കസ് സിസ്റ്റം നമുക്ക് ഈ ഒരു ക്യാമറയിൽ കിട്ടും. പിന്നെ ഐ ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസും ഈ ഒരു ക്യാമറയിൽ എനേബിൾഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ മിറർലെസ് ക്യാമറയാണ് നമുക്കറിയാം നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റം ആയിരിക്കും. അതുപോലെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. ഷട്ടർ സ്പീഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മാക്സിമം ഷട്ടർ സ്പീഡ് വന്നിട്ടുള്ളത് 1/4000 മിനിമം ഷട്ടർ സ്പീഡ് വന്നിട്ടുള്ളത് 30 സെക്കൻഡ്സുമാണ്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീസൻറ്റ് പിക്ചേഴ്സ് നമുക്ക് ഈ ഒരു ഷട്ടർ സ്പീഡ് റേഞ്ചിൽ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഷട്ടർ സ്പീഡാണ് വന്നിട്ടുള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ സൈലൻറ്റ് ഷൂട്ടിംഗ് എനേബിൾഡ് ആയിട്ടൊരു ക്യാമറയാണ് Canon EOS M50 എന്ന് പറയുന്നത്. ഡ്രൈവ് മോഡുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഫ്രെയിം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവ് മോഡുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ഹൈയും ലോയും ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഒരു ബിൽറ്റ് ഇൻ ഫ്ലാഷ് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ഫ്ലാഷ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിൽറ്റ് ഇൻ ഫ്ലാഷ് ഈ ഒരു ക്യാമറയിലുണ്ട്. അതുകൂടാതെ തന്നെ ഹോട്ട് ഷൂവും ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. നമുക്ക് എക്സ്റ്റേണൽ ഫ്ലാഷ് വെക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹോട്ട് ഷൂ ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ആസ് യൂഷ്വലി വരുന്നത് പോലെ തന്നെ ഒരു സ്റ്റീരിയോ മൈക്കാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ഇൻബിൽറ്റ് മൈക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ മൈക്ക് എക്സ്റ്റേണൽ ആയിട്ട് 3.5 mm ജാക്കിൽ
ബാക്കിയുള്ള മൈക്കുകൾ നമുക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സ്റ്റേണൽ മൈക്ക് പോർട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ വൈഫൈ, NFC അഥവാ നിയർ ഫീൽഡ് കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് ഇതൊക്കെ തന്നെ ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് വേർഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് 4.1 ആണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ള വേർഷൻ. സോ നമ്മൾ ഇത്രയാണ് ഈ ഒരു ക്യാമറയുടെ സ്പെസിഫിക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഇനി ഈ ക്യാമറയുടെ പോരായ്മ എന്നുള്ള നിലയ്ക്ക് കുറച്ച് പോയിന്റ്സ് പറയാനായിട്ടുണ്ട്. സോ പോരായ്മ എന്നുള്ളതിലേക്ക് ആദ്യത്തെ ഒരു പോയിന്റ് പറയുന്നത്, ഇതിൽ നമ്മൾ പറഞ്ഞു സൈലന്റ് ഷൂട്ടിംഗ് എനേബിൾഡ് ആയിട്ടൊരു ക്യാമറയാണ് കാനോണിൻ്റെ M50 എന്ന് പറഞ്ഞു. സോ ഈ ഒരു ക്യാമറയിൽ ഈ സൈലന്റ് ഷൂട്ടിംഗ് എന്നുള്ളത് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഡ്രൈവ് മോഡായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ മോഡും പിന്നെ കണ്ടിന്യൂസ് ഹൈ കണ്ടിന്യൂസ് ലോ, ഈ 3 മോഡുകളാണ് ഇതിൽ മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് പറഞ്ഞു. ഈ സൈലന്റ് ഷൂട്ടിംഗ് നമുക്ക് ഇതൊരു ഡിഫറൻറ്റ് ആയിട്ടൊരു മോഡായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ക്യാമറയിൽ അങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത്. ഡിഫറൻറ്റ് ഒരു ഡ്രൈവ് മോഡായിട്ട് നമുക്ക് അവൈലബിൾ അല്ല. സോ അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ISO റേഞ്ചിൻ്റെ കാര്യം, ISO റേഞ്ച് 3200 മുകളിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് ഗ്രെയിൻസ് കൂടുതൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞ ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. പക്ഷേ ഗ്രെയിൻസിൻ്റെ ശല്യം അഥവാ ഗ്രെയിൻസ് 3200 കൂടുതൽ നമുക്ക് ISO ഇട്ടിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പിക്ചർ ക്വാളിറ്റിയെ വല്ലാണ്ടധികം ബാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മിറർലെസ് ക്യാമറയാണ്, സ്വാഭാവികമായിട്ടും DSLRൻ്റെ അത്ര ബാറ്ററി ലൈഫ് കിട്ടില്ല. വെറും 235 ഷോട്ട്സ് പെർ ചാർജാണ് കമ്പനി അവകാശപ്പെടുക, അല്ലെങ്കിൽ കമ്പനി പറഞ്ഞിട്ടുള്ള ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. സോ വളരെ മികച്ചൊരു ബാറ്ററി ലൈഫായിട്ട് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. കുറഞ്ഞൊരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമായിട്ട് പറയാവുന്നത്, നമ്മൾ പറഞ്ഞു 4K എനേബിൾഡ് ആയിട്ടൊരു ക്യാമറയാണ്. 4K 25 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ 4K ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഇഷ്യൂ എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. കൂടുതൽ നേരം കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഇഷ്യൂ വരുന്നത്. പിന്നെ വീഡിയോ ഒക്കെ ആണെങ്കിൽ പറയുന്നത് വേണ്ട, ഏകദേശം 1 മണിക്കൂറിൽ താഴേക്കാണ് നമുക്ക് ബാറ്ററി ലൈഫ് അല്ലെങ്കിൽ അടുപ്പിച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. സോ അതൊരു വീഡിയോനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഒരു ഇൻഡോർ ഷൂട്ടിംഗ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഔട്ട്ഡോറിലൊക്കെ പോയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബാറ്ററി ലൈഫ് സഫീഷ്യൻ്റ് ആയിക്കൊള്ളുന്നില്ല. പിന്നെ ഈ ഹീറ്റ് ഇഷ്യൂവും ഒരു പ്രശ്നമായിട്ട് പറയാനായിട്ടുണ്ട്. സോ ഇത്രയാണ് ഇതിൻ്റെ പറയത്തക്ക രീതിയിലുള്ള ഒരു കുറവുകൾ നല്ല രീതിയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ക്യാമറയുടെ പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 15 to 45 mm കിറ്റ് ലെൻസും ബോഡിയും കൂടിയുള്ള പ്രൈസ് വന്നിട്ടുള്ള ഏകദേശം അറൗണ്ട് 51,000-50,000 ആ ഒരു റേഞ്ചാണ് ഏകദേശം വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത്. സോ ആ പ്രൈസിന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോസും കുഴപ്പമില്ല. ഈ നമ്മൾ മേൽ സൂചിപ്പിച്ച പോരായ്മകൾ ഉണ്ടെന്നേ ഉള്ളൂ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ക്യാമറ തന്നെയാണ് കാനോണിൻ്റെ M50 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത് കാനോണിൻ്റെ M50 എന്ന് പറഞ്ഞിട്ടുള്ള മിറർലെസ് ക്യാമറയെ കുറിച്ചുള്ള റിവ്യൂ ആണ്. നമ്മളതിൻ്റെ കാര്യങ്ങൾ, സ്പെസിഫിക്കേഷൻസ്, ബാക്കി എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഈ ക്യാമറയുടെ കുറച്ച് പോരായ്മകൾ നമ്മൾ അവസാനം കൂട്ടിച്ചേർത്തു. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാമറ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ളൊരു മിറർലെസ് ക്യാമറ തന്നെയാണ് കാനോണിൻ്റെ M50 എന്ന് പറയുന്നത്. മെയിനായിട്ട് റിമാർക്കബിളായിട്ട് പറയാവുന്നത് ഹീറ്റ് ഇഷ്യൂ ആണ്. 4K ക്യാപ്ചർ ചെയ്യുന്ന സമയത്തുള്ള ഹീറ്റ് ഇഷ്യൂ, അത് മാത്രമാണ് മെയിനായിട്ട് നമുക്ക് നോട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോക്കസ് സിസ്റ്റം നോക്കുകയാണെങ്കിലും വീഡിയോ കേപ്പബിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിലും ബാക്കിയൊക്കെ തന്നെ നമുക്ക് എക്സ്റ്റേണലായിട്ട് മൈക്ക് പോർട്ട് കണക്ട് ചെയ്യാം. പിന്നെ വ്ളോഗിങ്ങിനൊക്കെ പറ്റിയ രീതിയിലാണ്. പക്ഷേ ബാറ്ററി ലൈഫ് കുറച്ച് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ക്യാമറയുടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം നോക്കിയിട്ട് എങ്ങനെ വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്യാമറ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ നോക്കുക, അതനുസരിച്ചിട്ട് വാങ്ങുക. ഓക്കെ, അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.